ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വളരെ ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ റവ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതിനായിട്ട് നമുക്ക് അരക്കപ്പ് റവയാണ് ആവശ്യമുള്ളത്. ഞാനൊരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റവ തന്നെയാണ്. ഒരു ബൗളിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു അരക്കപ്പ് റൈസ് ഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് വെള്ളം മൊത്തം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. മൈദയും അരിപ്പൊടിയും ഒക്കെ ആയതുകൊണ്ട് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കണം. നമ്മൾ കോക്കനട്ട് ചട്നിയാണ് തയ്യാറാക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അരക്കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഞാൻ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാവുന്നതാണ്. എത്രയും ലൂസാക്കി അരച്ചെടുക്കണോ അങ്ങനെ അത്രയും വെള്ളം ചേർത്ത് പിന്നീട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, ഇത്രയും മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി കടുക് താളിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ, കടുക്, ചുമന്ന മുളക്, കറി ലീവ്സ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കടുക് താളിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, ജീരകം, പെപ്പർ പൗഡർ, ജിഞ്ചർ പേസ്റ്റ്, ഗ്രീൻ ചില്ലി, കൊറിയൻഡർ ലീഫ്, കറി ലീവ്സ്, ഓനിയൻ പൊടിയായി അരിഞ്ഞത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2.5 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു തവ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തവ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ഇത് സ്പ്രെഡ് ആയിക്കോളും. അത്രയും നമ്മൾ വെള്ളം പോലെയാണ് ഇത് ബാറ്റർ തയ്യാറാക്കേണ്ടത്. എന്നിട്ട് വലിയ ഹോളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നിറം മാറി വരുന്ന സമയത്ത് ഓയിലോ ഗീയോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ തയ്യാറാക്കുമ്പോഴേ ഇത് ക്രിസ്പി ആയി വരികയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റവ ദോശയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.